ഹരേ രാമ ഹരേ കൃഷ്ണ. ഇടവമാസത്തിൽ 30 ദിവസവും കഷ്ടപ്പാടിൽ വട്ടം കറങ്ങുന്ന നാളുകാരാണ് ഇവർ. ഇടവമാസത്തിൽ വന്നുചേരുന്ന കഠിന ദോഷങ്ങൾ ഇവരെ വിടാതെ തന്നെ പിന്തുടരുകയും ചെയ്യും. ഇടവമാസത്തിന് തുടക്കമായി കഴിഞ്ഞു. ഇടവം 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരുണ്ട്. പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങളും രാശിമാറ്റങ്ങളും എല്ലാ വിധത്തിലുള്ള നക്ഷത്രക്കാരെയും സ്വാധീനിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളാണ് സമ്മാനിക്കുക. ഇടവമാസത്തിൽ ജ്യോതിഷപ്രകാരം ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. പലപ്പോഴും ഈ മാസത്തിലെ ഗുണദോഷ ഫലങ്ങൾ ഒരു മാസം മുഴുവനും അതുമല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലും നിങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും. ഇത്തരം മാറ്റങ്ങളെ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കാതെ അതിനുള്ള പരിഹാരമാണ് നാം കണ്ടെത്തേണ്ടത്. ഇടവമാസത്തിൽ ഗ്രഹമാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് വളരെയധികം ദോഷം നൽകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാരിൽ ഇടവമാസം അത്ര നല്ല ഫലങ്ങളല്ല നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. മാത്രവുമല്ല, പല വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായി അത്ര നല്ല സമയം നിങ്ങൾക്കായിരിക്കില്ല. ഇത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നതാണ്. സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് മറ്റ് ബന്ധങ്ങളെ തകർക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാക്കുകൾ അതിര് കടക്കുവാൻ പാടില്ല. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുന്നതിനുള്ള സമയമാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. നിങ്ങൾക്ക് കൂടുതൽ വെല്ലുവിളികളും വന്നു ചേരുന്നതാണ്. പൂയം നക്ഷത്രക്കാരുടെ ഫലം അനുസരിച്ച് ഈ നക്ഷത്രത്തിലുള്ള ആളുകൾക്ക് ക്ഷമയും ആത്മനിയന്ത്രണവും കോപവും ഒഴിവാക്കുവാൻ കഴിയുമെങ്കിൽ വളരെയധികം വിജയം കൈവരിക്കുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് 2024 ജനുവരി, മാർച്ച്, മെയ്, ഒക്ടോബർ എന്നിവയെല്ലാം നല്ല മാസങ്ങളായിരിക്കും. ഫെബ്രുവരി, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ എന്നീ മാസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം മോശ മാസങ്ങളാണ് വന്നു ചേരുക. 2024 ഏപ്രിൽ, ജൂൺ, ഓഗസ്റ്റ്, നവംബർ മാസങ്ങളിൽ കാര്യമായ നേട്ടങ്ങളൊന്നും വന്നു ചേരുകയില്ല. സർക്കാർ ജോലിയുള്ള ആളുകൾക്ക് പ്രമോഷനും ട്രാൻസ്ഫറും അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റും വൈകുകയും ചെയ്യും. നിങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടപ്പെടും. സമയപരിധിക്ക് മുൻപ് നിങ്ങളുടെ പ്രൊജക്റ്റുകൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളിൽ ചിലരെ ഭാരിച്ച ജോലി ഭാരമുള്ള വകുപ്പിലേക്ക് മാറ്റുകയും ചെയ്യും. അനാവശ്യമായ ഭയവും പിരിമുറുക്കവും അബദ്ധങ്ങളിൽ കലാശിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ പ്രവേശനം ലഭിക്കുന്നതാണ്. പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ഇടവമാസത്തിലെ ദോഷങ്ങൾ ബാധിക്കുവാൻ ഇടയുള്ള നക്ഷത്രക്കാരിൽ ആയില്യം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. പലപ്പോഴും പ്രശ്നങ്ങളുടെ മൂർധന്യാവസ്ഥയിലായിരിക്കും നിങ്ങൾ. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് സംഭവിക്കുന്നതിനുള്ള സാധ്യത വളരെ വിരളമായിരിക്കും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. ഒരു വാക്കിൽ പോലും പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നു ചേരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. ആരോഗ്യം നിങ്ങളുടെ വളരെയധികം വഷളാകുവാൻ ഇടയുണ്ട്. നിങ്ങൾക്ക് വന്നു ചേരുന്ന ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാഗണപതി ഭജനം നടത്തുക. വ്യാഴാഴ്ചകളിൽ ഗണപതിക്ക് കദളിപ്പഴ നിവേദ്യം നടത്തുകയും ചെയ്യേണ്ടതാണ്. തന്മൂലം നിങ്ങൾക്ക് വന്നു ചേരുന്ന കഷ്ടതകൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാർക്ക് ഇടവമാസം അത്ര നല്ല സമയമല്ല.
ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. തൊഴിലിൽ നിരവധി ബുദ്ധിമുട്ടുകൾ നിങ്ങളെ തേടിയെത്തും. ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ നിങ്ങളെ ഈ കാര്യങ്ങൾ എത്തിക്കുന്നതാണ്. അശ്രദ്ധയോടെ പല കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള പ്രവണത നിങ്ങളിൽ വന്നു ചേരും. പലപ്പോഴും ദുർവാശി പിടിക്കുന്നത് വഴി ജീവിതം തന്നെ മാറി മറിയുകയും ചെയ്യും. അത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തകർക്കുവാനും ഇടവരുന്നതാണ്. നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് മൂലം, പ്രത്യേകിച്ച് പകർച്ചവ്യാധി, ആശുപത്രി വാസവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും വന്നുചേരും. ഒരു മോശം ശീലം നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇണയുടെ മോശം ആരോഗ്യം നിങ്ങളെ വളരെയധികം ഭയപ്പെടുത്തും. വിദ്യാർത്ഥികൾ മടിയന്മാരാകുകയും ഇത് നിങ്ങളുടെ ജീവിത വിജയങ്ങളിൽ വളരെയധികം പ്രതിഫലിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ദൗർഭാഗ്യം വന്നു ചേരുന്നതിനാൽ ഓഹരികളിലും മറ്റും പണം നിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് വളരെയധികം തിരിച്ചടി നേരിടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. ലോട്ടറിയോ ഗെയിമുകളോ നേടുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം മോശം സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. പൂർവിക സമ്പത്തിനെക്കുറിച്ച് സംബന്ധിച്ച് സഹോദരങ്ങൾക്കിടയിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസവും വന്നുചേരുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാരിൽ അതികഠിനമായ മാനസിക സമ്മർദ്ദം ഈ സമയം വന്നുചേരും. ഇവർക്ക് ജീവിതം മുഴുവൻ പ്രതിസന്ധികൾ വർദ്ധിക്കും. മാനസിക സമ്മർദ്ദത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ് വന്നുചേരുന്നത്. പല കോണുകളിൽ നിന്നും പല കാര്യങ്ങൾക്കും വളരെയധികം എതിർപ്പുകൾ വന്നു ചേരുന്നതാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന ഒരു അവസ്ഥ വന്നു ചേരും. എന്തും ഏതും വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. പൊതുവെ വിശാഖം നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ, ബുധൻ, ശുക്രൻ എന്നിവയുടെ ദശാഭാരങ്ങൾ അനുകൂലമല്ല. ഗുരുവിനെ പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. ബുധനാഴ്ച ദിവസം വിശാഖം നക്ഷത്രം വന്നാൽ ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം നല്ലതാണ്. നെയ്വിളക്ക് കത്തിച്ച് മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക. ചുവപ്പ്, നീല, സ്വർണ്ണ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വിശാഖ നക്ഷത്രം വരുന്ന വ്യാഴാഴ്ചയിൽ ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുകയും ചെയ്യുക. ഈ രീതിയിൽ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ജീവിതം അടിമുടി മാറുകയും ചെയ്യും. ചന്ദ്രൻ വിശാഖം നക്ഷത്രത്തിൽ സംക്രമിക്കുന്ന ദിവസങ്ങളിൽ കാർത്തികേയനെയാണ് ആരാധിക്കേണ്ടത്. വിശാഖ നക്ഷത്രത്തിൽ 27ാമത്തെ നക്ഷത്രമായ സ്വാതി നക്ഷത്രത്തിൽ ചന്ദ്രൻ സംക്രമിക്കുന്ന ദിവസങ്ങളിൽ ശിവലിംഗത്തിന് വെള്ളവും ചന്ദനവും മഞ്ഞളും സമർപ്പിച്ച് മഹാദേവനെ ആരാധിക്കുക. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇടവ മാസം വളരെയധികം പ്രതികൂലമായ മാറ്റങ്ങളാണ് സമ്മാനിക്കുക. രക്തസംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്ന അവസ്ഥ വന്നുചേരും. പല തരത്തിലുള്ള രോഗാവസ്ഥകൾ നിങ്ങളിൽ വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും. ആത്മവിശ്വാസം കുറയുകയും എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് ചെയ്യേണ്ടത് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. സാമ്പത്തികമായി നിങ്ങൾ വളരെയധികം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഭർത്താവിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ആശങ്കയും വന്നുചേരും. ജ്യോതിഷത്തെ അടിസ്ഥാനമാക്കി പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ എന്നിവയെല്ലാം നല്ല മാസങ്ങളാണ് വന്നു ചേരുന്നത്. മെയ്, ഡിസംബർ മാസങ്ങളിൽ ഇവർക്ക് വളരെയധികം മോശം ഫലങ്ങളാണ് സമ്മാനിക്കുക. ശുക്രദശയിലെ ചില പ്രത്യേക സമയങ്ങളിൽ ചില ദോഷഫലങ്ങളും വന്നു ചേരുന്നതാണ്. ചില പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശുക്രദശയിലെ ആദിത്യപഹാര കാലത്ത് ദോഷഫലങ്ങൾ വന്നുചേരും. ചിലരുടെ സന്താനങ്ങൾക്ക് മരണാനന്തര കർമ്മം ചെയ്യുവാൻ യോഗം കാണുന്നു. ശിരോരോഗം, ഉദരരോഗം, നേത്രരോഗം ഇവയെല്ലാം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ബുധ, ശുക്ര, ചന്ദ്രദശകളിൽ ദോഷപരിഹാരം ചെയ്യുന്നതാണ് യുക്തി. നവഗ്രഹങ്ങളിൽ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കണം. കുംഭക്കൂറുകാർ ശാസ്താ ക്ഷേത്രത്തിൽ പോകണം. വ്യാഴവും പൂരുരുട്ടാതിയും ഒത്തുവരുന്ന ദിവസം
വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാരെ ഇടവ മാസത്തിൽ കാത്തിരിക്കുന്നത് വളരെയധികം അസ്വസ്ഥതകളും അലച്ചിലും പ്രശ്നങ്ങളുമാണ്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും വന്നു ചേരും. എങ്ങോട്ടെന്ന് പോകേണ്ടതെന്നറിയാതെ വളരെയധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവരിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ലാഭവും ഉണ്ടാവുകയില്ല. എല്ലാ കാര്യങ്ങളിലും നല്ലതുപോലെ സംസാരിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ. അപകടകരമായ വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ കോപത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് വളരെയധികം പ്രശ്നങ്ങൾ കാരണമായി തീരുകയും ചെയ്യും. നിങ്ങളുടെ രഹസ്യ കാര്യങ്ങൾ വളരെയധികം സംരക്ഷിക്കുവാൻ ജാഗ്രത പാലിക്കേണ്ടതാണ്. കാൽമുട്ടിന് വേദനയോ മറ്റ് പ്രശ്നങ്ങളോ വന്നു ചേരും. അതിനാൽ തന്നെ കാൽമുട്ടുകൾ ശ്രദ്ധിക്കുകയും അമിത ഭാരം ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. 2025 ശനിമാറ്റം ഈ സമയത്ത് ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുന്നതാണ്. ശുക്ര രാഹു ചന്ദ്രദശകളിൽ ജാതക നിർണയം നടത്തി പരിഹാരം ചെയ്യണം. മഹാവിഷ്ണു ശ്രീകൃഷ്ണനെ ആരാധിക്കണം. നവഗ്രഹങ്ങളിൽ ഗുരുവിനെയും ശനിയെയും പ്രീതിപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ബുധനും രേവതിയും ഒത്തുവരുന്ന ദിവസം കഴിയുന്ന പോലെ വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. മഹാദേവന്റെയും ശ്രീ മഹാവിഷ്ണുവിൻ്റെയും ക്ഷേത്രങ്ങളിൽ ദിവ്യശംഖ് സമർപ്പിക്കുകയോ വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. ദരിദ്രർക്ക് പട്ടുവസ്ത്രം ദാനം ചെയ്യുന്നത് ഐശ്വര്യഫലങ്ങൾ നൽകും. വീട്ടിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുക, അതിൽ മൺചിരാതിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.